Hello students, Assalamualaikum. Welcome to Rasia's Family Maths. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്, സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിലെ ബൈ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Okay, so this is our next question. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇൻ ആൻ AP of 50 terms, അതായത് എനിക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, അതിൽ 50 ടേംസ് ഉണ്ടെന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതിയാണ് n is equal to 50. ഓക്കെ, 50 ടേംസ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി പറയുന്നത് സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 210. ഓക്കെ, ആദ്യത്തെ 10 ടേംസിന്റെ സം 210 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ എനിക്ക് എഴുതാൻ പറ്റും S10 is equal to 210 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഏത് ഇക്വേഷൻ ആണ്? n/2. ഓക്കെ, n/2 into 2a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ഹിയർ? ഇറ്റ് ഈസ് 10. സോ 10/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, 5 into 2a plus n minus 1, 10 minus 1 is equal to 9, d എത്രയാണ്? is equal to 210 എന്നാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എങ്ങനെയാണ്? 2a plus 9d is equal to 42. ഓക്കെ, സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ നമ്മളിവിടെ മാറ്റിയിട്ട് നെക്സ്റ്റ് എന്നോട് പറയുന്നു ദ സം ഓഫ് ദ ലാസ്റ്റ് 15 ടേംസ്, അതായത് മൊത്തം 50 ടേംസ് ഉള്ളതിലെ അവസാനത്തെ 15 ടേംസ് എന്നാണ് പറയുന്നത്. അവരുടെ സം 2565 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം 50 ടേംസ് ഉണ്ട്, അതിൽ ലാസ്റ്റ് 15 പേരുടെ സം. അപ്പൊ അത് നമുക്ക് പല രീതികളിൽ ചെയ്യാം. ആൻഡ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതി ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് മൊത്തം 50 പേരുണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊരു സം ഉണ്ട്. അവസാനത്തെ 15 പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 പേരിൽ നിന്നും ആദ്യത്തെ 35 പേരുടെ സമ്മിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അവസാനത്തെ 15 പേരുടെ സമ്മ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 പേരിൽ നിന്നും ആദ്യത്തെ 35 പേരുടെ സമ്മ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2565. സോ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എനിക്കിവിടെ S50ക്ക് പകരം എനിക്ക് എഴുതാൻ പറ്റും 50/2 into 2a plus n minus 1, 49d. ഓക്കെ, മൈനസ് ഓഫ് ഇനി 35/2 divided by 2 into a plus 35 minus 1 which is equal to 34d is equal to 2565. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. ഇപ്പൊ എനിക്ക് 50/2 25 എന്ന് എഴുതാൻ പറ്റും. 25 into 2a plus 49d is equal to minus 35 അവിടെ നിൽക്കട്ടെ. ഈ ഡിവൈഡഡ് ബൈ 2 മാത്രം ഞാൻ അകത്തേക്ക് കൊണ്ടുപോയാൽ എനിക്ക് അവിടെ അകത്തുള്ളവർ എന്തായിട്ട് മാറും? a plus 17d എന്നായിട്ട് മാറും. is equal to 2565. ഇനി ചെയ്യാൻ പറ്റുക, ഈ രണ്ട് സൈഡിൽ നിന്നും എനിക്ക് 5നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5, ഇറ്റ് ഈസ് 5 ടൈംസ്. 35 is divisible by 5, it is 7 times. And 2565 was also divisible by 5. എത്ര ടൈംസ് ആണ്? This is 5 times and this is 1 times and 3. Okay, 513 times. Okay, അങ്ങനെയാണെങ്കിൽ ഇയാളെ എനിക്ക് മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതാം. That is 5 into 2a is equal to 10a plus 5 into 49 എന്ന് പറയുമ്പോൾ 5 into 40 it is 200. 5 into 9 is 45. So 245d minus 7 into a is equal to 7a minus 7 into 17d എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? That is 70 plus 49. 70 plus 49 is equal to 190. So minus 119d is equal to 513. ഓക്കെ, ഇനി ഞാൻ ഇതിനെ സിംപ്ലിഫൈ ആണ്. 10a minus 7a is equal to 3a. 245d minus 190d is equal to എനിക്ക് കിട്ടുന്നത് plus 126d is equal to 513. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും തന്നെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് a പ്ലസ് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്
42 എന്നാണ്. ഡി ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഒരു തവണയാണ് പോവുക, ബാക്കി റിമൈൻഡർ 2 വരും. 21 that is 7 times and 3 1 times 171 എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. 2a plus 90 is equal to 42 and a plus 42d is equal to 171. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഇതിന്റെ അകത്ത് നിന്ന് ഈ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐ എം യൂസിങ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷന്റെ ഏതെങ്കിലും ഒരു അൺനോൺ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ 2 ഉണ്ടല്ലോ, ഇക്വേഷൻ 2നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും ഒന്ന് ചിന്തിച്ചു നോക്കാം. 2a plus 42 into 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 84. 84d ഈസ് ഈക്വൽ ടു ഇവിടെ എനിക്ക് ചെയ്യുമ്പോൾ 200 plus 140 plus 2 എന്നുള്ള രീതി കിട്ടും. അപ്പോൾ 342. ഓക്കെ, 342 എന്നുള്ള രീതി വരും. ആൻഡ് ഇതിനെ തമ്മിൽ ഇനി നമ്മൾ സോൾവ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 എടുക്കുക. That is, I am going to solve equation number 1 and 3 here. അപ്പോൾ ഞാൻ ചെയ്യുന്നു ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്യുമ്പോൾ 2a minus 2a cancel each other. 84d minus 9d 75d is equal to 342 minus 42 is equal to 300. ഓക്കെ, അങ്ങനെയാണെങ്കിൽ d is equal to 300 divided by 75 which is equal to 4. സോ എനിക്ക് ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് ആണ് കിട്ടിയത്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് എഴുതണം. കോമൺ ഡിഫറൻസ് കിട്ടി, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ, റൈറ്റ്? അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടും, ഏതെങ്കിലും ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യാണ് ഫ്രം 1. ഓക്കെ, 1 ഇക്വേഷൻ എന്താ പറയാ, 2a plus 9 into 4 d ആണ്. 9 into 4 is equal to 42. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് 2a plus 36 is equal to 42, which implies 2a is equal to 42 minus 36 എന്ന് പറയുമ്പോൾ it is equal to 6. okay, which implies a is equal to 3. അപ്പോ എനിക്ക് ഇതിനെ ചെയ്യാൻ പറ്റും എന്റെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടേം കിട്ടി 3 ആണ്, കോമൺ ഡിഫറൻസ് കിട്ടി 4 ആണ്. സ്വാഭാവികമായിട്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 3 ഓക്കെ പ്ലസ് 4 7 പ്ലസ് 4 11 എക്സെട്ര. ഈ രീതിയിലായിരിക്കും എന്റെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ. ക്ലിയർ? So students, we are moving to our next question. Question പറയുന്നത് ഇങ്ങനെയാണ്, find the common difference of an arithmetic progression. എനിക്കൊരു arithmetic progressionന്റെ common difference ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഈ arithmetic progressionന്റെ പ്രത്യേകത അതിന്റെ ഫസ്റ്റ് ടേം 5 ആണ്. That is a is equal to 5 ആണ് provided in your question. And the sum of first 4 terms, that is S4 എന്ന് പറയുന്നത് is equal to half of, that is 1/2 of എന്തിന്റെയാണ്, സം ഓഫ് ദ നെക്സ്റ്റ് 4 ടേംസ്. അതായത് ആദ്യത്തെ 4 പേരുടെ സം എന്ന് പറയുന്നത് പിന്നീടുള്ള 4 പേരുടെ സമ്മിന്റെ പകുതിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, പിന്നീടുള്ള 4 പേരുടെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 8 പേരുടെ സമ്മിൽ നിന്നും ആദ്യത്തെ 4 പേരുടെ സം കുറയ്ക്കുന്നതാണ് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ 2s4 is equal to S8 minus S4 എന്ന് പറയാം, which implies 2s4 ഇവിടുത്തെ minus S4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3s4 ആയിട്ട് മാറും, which is equal to S8. and ഞാൻ ഇതില് നമ്മുടെ sum of n termsന്റെ values കൊടുക്കുകയാണ്. that is 3 into S4 ന് പകരം കൊടുക്കുന്നു n by 2, 4/2 that is 2 into 2a plus n minus 1 that is 3 into d. okay, ഞാൻ a യുടെ വാല്യൂ ലാസ്റ്റ് ആണ് കൊടുക്കുന്നത്, is equal to 8/2 that is 4 into 2a plus 7d. okay, ഈ രീതിയിൽ വരും. ആൻഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് ഈ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഈ 2ഉം ഇവിടുത്തെ ഇതും ക്യാൻസൽ ചെയ്യും, 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2a എന്ന് പറയുന്നത് is equal to 6a, 3 into 3d is equal to 9d, which is equal to 2 into 2a which is equal to 4a plus 14d എന്നുള്ള ഫോമിലേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ന് പറയാം 6a minus 4a is equal to what, 2a, which is equal to 14d minus 9d is equal to എത്ര കിട്ടും,
5d എന്നാണ് കിട്ടുക. ആൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ എയുടെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ, 5 എന്നാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം 2 into 5 is equal to 5d. ഇതിൽ നിന്നും പറയാം 5 and 5 of both of the sides cancel each other. എനിക്ക് പറയാൻ പറ്റും d is equal to 2. And that was your question. Find the common difference of this arithmetic progression and its numerical value is 2 here. So students, we are moving to our next question. Question ഇങ്ങനെയാണ് പറയുന്നത്, the sum of the first 6 terms of an AP is 42. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും yes 6 is equal to 42. ഓക്കെ, ബാക്കി അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. ഓക്കെ, S6 is equal to 42 ആണെങ്കിൽ 6/2 into 2a plus 6 minus 1 is equal to 5d is equal to 42. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും 3 into 2a plus 5d is equal to what? 42. Okay, അങ്ങനെയാണെങ്കിൽ 3 and 42 cancelled each other. എനിക്ക് അവിടെ കിട്ടും 1 times and 3 എന്ന് പറയുമ്പോഴത്തേക്ക് 4 times 14 കിട്ടും. That is 2a plus 5d is equal to 14. Equation number 1. Okay, from the first sentence of the question എനിക്ക് എഴുതാൻ പറ്റുന്ന ഇങ്ങനെയാണ് 2a plus 5d is equal to 14. Next, moving to the next sentence, if its 10th and 30th terms, okay, 10th and 30th terms are in the ratio 1:3. So 10th term can be written as a plus 9d and 30th term can be written as a plus 29d. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആണ്. 1:3 ആകുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 1/3. When cross multiplying, I will get 3 into a plus d, that is 3a plus 27d is equal to 1 into a plus 29d is equal to a plus 29d itself. Okay, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു. 3a minus a is equal to 2a. Okay, 2a is equal to എന്തെന്ന് പറയാൻ പറ്റും 27. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 29d minus 27d is equal to 2d. അപ്പോൾ this 2 and this 2 cancel each other. I will get a is equal to d. എക്ക് പകരം എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും, d എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു a മാറ്റി d കൊടുക്കാം. ഓക്കെ, നോക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എക്ക് പകരം d കൊടുക്കുന്നു. അപ്പൊ ഇതിന് എനിക്ക് 2d പ്ലസ് ഓൾറെഡി ഒരു 5d ഉണ്ടായിരുന്നു is equal to 14 എന്ന് പറയാൻ പറ്റും. ഇതിനെ 2d plus 5d is equal to 7d is equal to 14. അങ്ങനെയാണെങ്കിൽ d is equal to 14/7 which is equal to 2. നമുക്കറിയാം ഇത് തന്നെയാണ് a. So a is equal to d is equal to 2 here. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എയുടെ വാല്യൂ വേണം which is equal to 2. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് 13th ടേം. 13th ടേം എന്ന് പറയുമ്പോൾ a13 is equal to എനിക്ക് പറയാം a plus 12d എന്ന് പറയാൻ പറ്റും. a എന്ന് പറയുന്നത് 2 ആണ് and 12 into കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ എനിക്ക് ഇതിനെ മൊത്തത്തിൽ വേണമെങ്കിൽ 13 into 2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ which is equal to 26. So 26 is the answer. That is 13th term 26 ഉം first term 2 ഉം ആണ്. Clear? So let us move to the next question from arithmetic progressions. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത find the sum of the middlemost terms of the AP. എനിക്ക് ഇവിടെ ഒരു AP തന്നിട്ടുണ്ട് -4/3. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പറയാം ഇതിന്റെ ഫസ്റ്റ് ടേം -4/3 ആണ്. And -1 adjacent ആയിട്ടുള്ള ടേം ഉണ്ടായതുകൊണ്ട് എനിക്ക് കോമൺ ഡിഫറൻസ് ഇവിടെ എന്ന് പറയാം. Since it is given in the question that this is an arithmetic progression, നമുക്ക് അവിടെ നിന്ന് തന്നെ കോമൺ ഡിഫറൻസ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. That is second term minus first term. -1 minus of -4/3 will become +4/3. Okay, is equal to ഞാൻ ചെയ്യുമ്പോൾ 3 into -1 -3 ആണ് +4 divided by 3 ആണ് which is equal to 1/3. So the common difference of the arithmetic progression is 1/3 and the first term is 4/3 here. Next എനിക്ക് ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള arithmetic progression middle most. What is mean by middle most? അതായത് നടുക്ക് വരുന്ന ടേംസിന്റെ സം. അപ്പൊ നമ്മൾ അറിയണം ഇതിന്റെ അകത്തെ നടുക്ക് വരുന്ന ടേംസ് എത്രാമത്തെ ടേംസ് ആണെന്ന്. അങ്ങനെ അറിയണമെങ്കിൽ ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടേം അറിയാം, സെൻസ് ഫൈനൈറ്റ് AP ആണ്. 4 and 1/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ വരുന്ന ലാസ്റ്റ് ടേം ആയിട്ട് വരുന്ന ഒരു ഫൈനൈറ്റ് AP ആണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, അയാളെ എന്ത് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതാ എനിക്ക് അങ്ങനെ എന്ത് ടേം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്നിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് എന്നിന്റെ ഇക്വേഷനിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വന്നതാണ്. എനിക്ക് ഇങ്ങനെ എഴുതാം, എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 എന്നുള്ള രീതിയിലാണ് വരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിയിലേക്ക് ഇതിനെ എഴുതി നോക്കിയാണ്. ദാറ്റ് ഈസ്
ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 4 and 1/3 ആണ്. സോ അതിനെ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ എന്താക്കുന്നു ഒന്നിച്ചാക്കുമ്പോൾ 4 into 3 12 12 plus 1 is equal to 13. എനിക്ക് 13/3 ഇതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, മൈനസ് എ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -4/3 ആണ്. സോ മൈനസ് ഓഫ് -4/3 വിൽ ബിക്കം +4/3 ഹിയർ. ദ ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1/3 ഹിയർ. ഓക്കെ, +1 എന്നുള്ള ഫോമിലേക്ക് വരും, which is equal to 13/3 plus 4/3 എന്നുള്ള രീതി വരുമ്പോൾ that is equal to 17 divided by 3. The whole divided by 1/3 plus 1. അപ്പോൾ ഇവിടെ എനിക്ക് 3 and 1/3 ഇത് ക്യാൻസൽ ആയി പോകും. 17 എന്ന് വരും. 17 plus 1 എന്ന് പറയുമ്പോൾ 18 ആണ്. So the number of terms of this AP is equal to what? 18. Okay, അപ്പോൾ 18 terms ഉണ്ട് നമ്മുടെ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ. ഓക്കെ, അപ്പൊ മിഡിൽ മോസ്റ്റ് ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഈവൻ നമ്പർ ഓഫ് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഇപ്പൊ ഓക്കെ നമ്മൾ നമ്പറിന്റെ പകുതി നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 18ന്റെ പകുതി 9 ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പൊസിഷന്റെ കേസിൽ വരുമ്പോൾ മൊത്തം 18 പേര് നിരന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല 9ാമത്തെ നിൽക്കുന്ന ആളാണ് കറക്റ്റ് ആയിട്ട് നടുക്കുള്ള ആളാണ്. 9ാമത്തെ ആളും അതോടൊപ്പം തന്നെ അതിന് മുന്നത്തെ 8ാമത്തെ ആളും ഇവർ രണ്ടുപേരും എന്തായിരിക്കും നടുക്ക് മിഡിൽ മോസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് പൊസിഷന്റെ കേസിൽ വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ ഞാനൊരു ഈവൻ നമ്പർ എടുക്കുകയാണ്. അതാണ്ട് ഞാൻ പറയുന്നു 1 2 3 4 എന്ന് പറയുന്നെടുക്കും. എനിക്കറിയാം 4ന്റെ പകുതി 2 ആണെന്ന് അറിയാം, അത് നമ്പറിന്റെ പകുതിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പൊസിഷൻ എനിക്ക് പറയാൻ പറ്റുമോ ഇതിൽ ആരാണ് നടുക്ക് നിൽക്കുന്നതെന്ന്? ഇവർ രണ്ടുപേരും നടുക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കേസ് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നു. 18. ഓക്കെ, 18ന്റെ പകുതി എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്തുള്ള 10ാമത്തെ ആളും മിഡിൽ മോസ്റ്റിലുള്ള ആളായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പൊ നമ്മളോട് അവരിവിടെ പറയുന്ന ഈ മിഡിൽ മോസ്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ 18 പേരാണെങ്കിൽ മിഡിൽ മോസ്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ 9ാമത്തെ ടേമും 10ാമത്തെ ടേമും അവരുടെ സം ആണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റും A9 plus A10. അപ്പൊ A9 എനിക്ക് എഴുതാം A plus 8D. ഓക്കെ, A10 എനിക്ക് എഴുതാം A plus 9D എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു 2A plus 8D plus 9D എന്ന് പറയുമ്പോഴത്തെ ഇറ്റ് ഈസ് ഈക്വൽ ടു 17D എന്നാണ് വരിക. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എയുടെ വാല്യൂ ഇല്ലേ ഉണ്ട് -4/3. അപ്പൊ 2 into -4/3 പ്ലസ് എനിക്ക് 17 into ഡിയുടെ വാല്യൂ എന്റെ കയ്യിലുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ 1/3. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നു 2 into -4 ഈസ് ഈക്വൽ ടു -8 divided by 3 plus 17/3. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ എഴുതാൻ പറ്റും -8 plus 17. -8 plus 17 എന്ന് പറയുമ്പോൾ 9 ആണ്, divided by 3 which is equal to 3. Okay, so the sum of the middlemost terms of the given arithmetic progression is 3 here. എപ്പോഴും ആലോചിക്കാം, എനിക്ക് കിട്ടിയത് ഈവൻ നമ്പർ ആണ്, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. സോ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ 9th term and the 10th term are the middlemost terms of the arithmetic progression. അവരുടെ സം ആണ് നമുക്ക് എടുക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് A9 plus A10. നമുക്ക് ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. Clear?